ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല വറുത്തരച്ച ഒരു മത്തിക്കറി കണ്ടാലോ. അതും തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ. അപ്പോൾ അത് അതിനായിട്ട് മത്തി നല്ലപോലെ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി വെച്ചതാണ്. ഇനി അതങ്ങ് മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അതിനകത്തേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെയൊക്കെ അളവുകൾ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ, ചെക്ക് ചെയ്താൽ മതിയേ. ഇനി നമുക്കത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതാ ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ഉള്ളി. വാളംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വാളംപുളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളി വെള്ളത്തിനകത്ത് കുതിർത്തതിന് ശേഷം അതാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടിയുണ്ടല്ലോ, വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന പൊടി, അതും കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ആ പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പം വാളംപുളി ചേർക്കുന്ന ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. വാളംപുളി ചേർക്കുന്നവരുണ്ട്, കുടംപുളി ചേർക്കുന്നവരുണ്ട്. കുടംപുളി ചേർത്താൽ അരച്ചാൽ നല്ല ടേസ്റ്റ് ആകുമെന്ന് സംശയമുള്ളവരുണ്ട്. ഞാൻ അങ്ങനെയും തയ്യാറാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുടംപുളി ആണെങ്കിൽ കുടംപുളി ചേർക്കാം. ഇത് നല്ലപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി എടുക്കാം. ചട്ടിയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കൊത്തിയരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് 2 പച്ചമുളകും കൂടി കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, അതും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യമനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സി ജാറ് കഴുകിയാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അടുപ്പിൽ വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മീൻ കഷ്ണങ്ങൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അധികം അങ്ങോട്ട് ഇളക്കാൻ പാടില്ല. ജസ്റ്റ് ആ മുങ്ങി കിടക്കാൻ വേണ്ടി തവി കൊണ്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്നും അങ്ങോട്ട് ഇതാവരുത്. തവി ഇടാനേ പാടില്ലെന്നാണ് ചിലരൊക്കെ പറയാറുള്ളത് മീൻകറി ഉണ്ടാക്കുമ്പോൾ. എന്നാലും ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഇതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. നമ്മുടെ മീനിൻ്റെയൊക്കെ ആ ഒരു ഇതിനകത്തേക്ക് നല്ലപോലെ വെന്ത് വരുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ കുറച്ച് ചാറോട് കൂടി വേണമെന്നുള്ളവർ കുറച്ച് ചാറോട് കൂടി തന്നെ എടുക്കാം. അല്ലാതെ വറ്റിച്ചെടുക്കാനാണെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ചാറോട് കൂടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ലാസ്റ്റ് എണ്ണത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് വെച്ച് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോഴും ചൂടാക്കി എടുക്കുമ്പം കുറച്ച് ചാറോട് കൂടി എടുക്കുന്നതായിരിക്കും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ചാറോട് കൂടി തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച തേങ്ങയില്ലാതെ വറുത്തരച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചക്കയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.